കലൂരിലെ അപകടത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി കൊച്ചി SP രാജ്കുമാർ. സംഘാടകരായ മൃദംഗ വിഷന്റെ CEO ഷമീർ അബ്ദുൾ റഹീം, കൃഷ്ണകുമാർ, സ്റ്റേജ് നിർമ്മിച്ച ബെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പം മുമ്പാണ് കൊച്ചി ACP വ്യക്തമാക്കിയത് കലൂർ അപകടം, അതായത് ഉമാ തോമസ് MLA അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം. അതോടൊപ്പം തന്നെ ഇവരുടെ കലൂർ സ്റ്റേഡിയം അടക്കം ഇവർക്ക് തരപ്പെടുത്തി നൽകി. അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം തരപ്പെടുത്തി നൽകിയ കൃഷ്ണകുമാർ എന്ന KK പ്രൊഡക്ഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ. അതോടൊപ്പം തന്നെ അവിടെ സ്റ്റേജ് നിർമ്മിച്ച ബെന്നി. ഈ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ നീരജ്, ഇയാൾ ഒളിവിലാണ്. ഇയാളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. എന്നാൽ അയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ നിർമ്മാണത്തിൽ എന്തൊക്കെ പോരായ്മകൾ, എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയും അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ എന്തൊക്കെ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ എന്നത് തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല ഉത്തരവാദിത്തക്കാരായ 3 പേരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കലൂരിലെ അപകടത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി കൊച്ചി ACP രാജ്കുമാർ. സംഘാടകരായ മൃദംഗ വിഷന്റെ CEO ഷമീർ അബ്ദുൾ റഹീം, കൃഷ്ണകുമാർ, സ്റ്റേജ് നിർമ്മിച്ച ബെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.